ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എല്ലായിടത്തും നല്ല മഴയാണല്ലേ? ഇവിടെയും നല്ല മഴയും കാറ്റൊക്കെ ഉണ്ടായിട്ടൊന്ന്. അപ്പോൾ ഞങ്ങൾ പോരുമ്പോൾ കറണ്ടൊന്നുമില്ല. എല്ലായിടത്തും കറണ്ട് പോയിക്കണം തോന്നുന്നുണ്ട്. ഞങ്ങൾ പോരുന്ന വഴിയിലൊക്കെ നോക്കുമ്പോൾ എല്ലാ പെരയിലും ചില പെരയിലൊക്കെ ലൈറ്റ് ഇല്ല, ചില പെരയിൽ കുറച്ച് ലൈറ്റൊക്കെ ഉണ്ട്. പിന്നെ കടകളിലൊക്കെ ഇങ്ങനെയുള്ള ലൈറ്റുകൾ ഇങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമ്മൾ ഫാത്തിമാനെ ഡോക്ടറെ കാണിക്കാൻ പോണ വീഡിയോ ആണ് കേട്ടോ. പിന്നെ അങ്ങനെ പോരുന്ന വഴിക്കൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മഴ പാറ്റുന്നുണ്ട്. പക്ഷെ എന്നും പോകണ മാതിരിയല്ല, ഇന്ന് എല്ലായിടത്തും വെള്ളമാണ് കേട്ടോ. എല്ലായിടത്തും പെയ്ത മഴ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല വെള്ളമുണ്ട്. സാധാരണ ചില സ്ഥലത്ത് മഴ ഉണ്ടാവും, ചില സ്ഥലത്ത് മഴയില്ല. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിന് ഇത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചാൻ പോകുമ്പോൾ കേട്ടോ. അപ്പോൾ ഇന്ന് കണ്ടില്ല, ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഫുള്ളൊരു ഇരുട്ട് കിട്ടും. എല്ലായിടത്തും ഇങ്ങനെ കടകളും അങ്ങനത്തെ സംഭവമൊക്കെ എല്ലായിടത്തും ഇങ്ങനെ ചെറുതായിട്ട് വെളിച്ചമുണ്ട് എന്നല്ലാതെ പൊതുവേ വെളിച്ചം കുറവാണ്. അപ്പോൾ ഫാത്തിമാനെ ഡോക്ടറെ കാണിക്കേണ്ട ദിവസമാണ്. അപ്പോൾ നല്ല മഴ ഇതിപ്പോൾ ഇങ്ങനെ മടിച്ച് നിന്നിട്ട് പിന്നെ എന്തായാലും നമ്മൾ പോകുന്നത് എന്തായാലും കാണിച്ചണമല്ലോ. മഴ പെയ്യണം നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ കാണിച്ച് തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ ഇസമോൾ എൻ്റെ മടിയിൽ കയറി ഇരുന്നിക്കണം കേട്ടോ. ഇത്രയും നേരമുള്ള എല്ലാവരും ഇരിക്കും പോലെ ആ സീറ്റിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എത്താനയക്കണം. അപ്പം ഉണ്ട് ഓള് നോക്കുമ്പോൾ എൻ്റെ മടി കയറി ഇരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കിലുള്ള വണ്ടിയൊക്കെ കാണിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മളത് ആ ഡോക്ടറെ അടുത്തേക്ക് എത്തിക്കുന്നു കേട്ടോ. അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല. പിന്നെ മഴ ആയതുകൊണ്ട് പൊതുവേ ആൾക്കാർ കുറവാണല്ലോ എല്ലായിടത്തും. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ട് വേഗം പോയി നോക്കി ഇനിയിപ്പം ആൾക്കാരെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ തന്നെ 7:45 അയക്കണ്. ഞങ്ങൾ 7:00 എത്തുന്നതാണ് സാധാരണ. അപ്പോൾ ഇവിടെ ബോർഡൊക്കെ വെച്ച് എന്നും ഇങ്ങോട്ട് തന്നെയാണ് വരൽ. എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കാണുന്ന സ്ഥിരം കാണുന്ന ആൾക്കാർക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ചെരുപ്പൊന്നും കാണില്ല. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ വരെ ഇവിടെ സിനിമയും കണ്ട് കുത്തിരിക്കേനി. അങ്ങനെ ഞങ്ങൾ നേരെ ഡോക്ടറെ കാണിച്ചാൽ കയറി കേട്ടോ. കുഞ്ഞാവ് അങ്ങോട്ട് കയറിയല്ലോ, കുഞ്ഞാവ് താഴത്ത് കുത്തിരിക്കലാണ്. ഞങ്ങൾ മൂന്നാളും കൂടെ കയറി പോരാണ്. പിന്നെ ഇതുമോള് ഭയങ്കര സ്വീപ്പാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ കുഞ്ഞാവിൻ്റെ അടുത്താക്കി പോരും. എങ്ങനെയെങ്കിലും കുഞ്ഞാവെ കഷ്ടപ്പെട്ട് നോക്കട്ടെ. ഇന്ന് പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കാണിച്ചാൽ കയറിയോണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഡോക്ടർ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിനി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം മരുന്ന് വാങ്ങാൻ കുറച്ചൊരു താമസം ഉണ്ടായിട്ട് അതുവരെ ഞങ്ങളവിടെ ഇങ്ങനെ ഇരുന്നു. ഒരു 10 മിനിറ്റ് ഇങ്ങനെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഇരുന്നേനി. ആ മരുന്ന് എടുത്തിടാനാണ് കുറച്ച് താമസം. ഇപ്പോൾ പുതിയ ആളാണ് മരുന്ന് എടുത്തിടാൻ, അങ്ങനെ നേരം വൈകുന്നതെന്ന് തോന്നുന്നുണ്ട്. പഴയ ആളാണെങ്കിൽ വേഗം കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെയ്തു പൊതുവേ മഴ ആയതുകൊണ്ട് ആൾ കുറവാണ്. പിന്നെ അങ്ങനെ ആൾക്കാർ പല പല സമയത്താണ് വരൽ, ഞാൻ പോകാനും നേരം വൈകും എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഡോക്ടർ. അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. മറ്റവനെന്താ വെച്ചാൽ കുഞ്ഞാവ ഗൂഗിൾ പേക്കും വേണ്ടി ഫോൺ തന്നിന്, അതിന്മേൽ കണ്ട് കുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ നിന്ന നേരം കൊണ്ട് കുഞ്ഞാവനെ അവിടെ കാണുന്നുണ്ടോ നോക്കിയതാണ് കേട്ടോ. ഞങ്ങൾ പോരുമ്പോൾ വണ്ടിക്ക് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടായി. ഇനിയിപ്പോൾ വർക്ക് ഷോപ്പിക്ക് പോയോന്ന് അറിയില്ലല്ലോ. അപ്പോൾ കാണുന്നില്ല, ഫോൺ ഞങ്ങളെടുത്തുമല്ലേ വിളിച്ചു നോക്കാൻ. അപ്പോൾ ഞാൻ അവിടെ കാണുന്നുണ്ടോ ഇങ്ങനെ നോക്കി. പക്ഷേ ഒരു ടയർ ഇങ്ങനെ കാണുന്നുണ്ട് എന്നല്ലാതെ ആളെ കാണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ തലക്കൊക്കെ ഇങ്ങനെ പോയി നോക്കി. അപ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും. ഞാൻ കുറേ അടിക്ക് നോക്കി. പിന്നെ ഇപ്പോൾ അടിക്ക് പോയി നോക്കാനൊന്നും ആവില്ല വിചാരിച്ച് ഞാൻ പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു കേട്ടോ. ഇവിടെ നിന്നൊന്നും അങ്ങനെ നോക്കിയാൽ കാണൂല. അടിയിലൊക്കെ സീറ്റ് ഇട്ടുകൊണ്ട് തന്നെ അടിക്ക് നോക്കിയാൽ കാണൂല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാണിച്ചിന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു കേട്ടോ. ആദ്യം കുലുക്ക എന്തൊക്കെയാ പറയുന്നത്. അപ്പോൾ ഫാദിമോൻ എന്നോട് പറഞ്ഞേ ഷവർമ്മ വാങ്ങി തരുമെന്ന് ചോദിച്ചു നോക്കും അപ്പച്ചിനോട്. എന്നാൽ മറ്റോന് ഓർഡർ ആക്കി കൊടുത്തതാണ് അനൂസ്. ഓൻ പോന്നിട്ടില്ലല്ലോ, ഓൻ പോരാതെ പെരയെ കുത്തിറന്നാണ്ട് ഓന് മെല്ലെ പറഞ്ഞു കൊടുത്തതാണ്. അല്ലാതെ ഫാദിക്ക് അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഒരു ബൈക്ക് പോകുമ്പോൾ എന്തെങ്കിലും വാങ്ങണം എന്നില്ലേ. അപ്പോൾ മറ്റവൻ്റെതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ കുഞ്ഞാനോട് പറയുമ്പോൾ കുഞ്ഞാൻ വന്ന 2 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടോ പോരുമ്പോൾ. അപ്പോൾ പിന്നെ ഇങ്ങനെ മുണ്ടാതിരുന്ന മൂലക്കൽ സമ്മതിച്ച് നിന്നാലൊരു മുണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഓനക്കും വേണ്ടിയല്ല മറ്റവനക്കും വേണ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ പോരുന്ന സമയത്ത് ഞാൻ ഇന്ന വീഡിയോ കിട്ടുമെന്ന് കുറേ നോക്കി. പക്ഷേ ഇരുട്ടായതുകൊണ്ട് തീരെ കിട്ടിയില്ല കേട്ടോ. നമ്മൾ ബാക്ക് ക്യാമറയിൽ കിട്ടും കേട്ടോ, ഫ്രണ്ട് ക്യാമറയിൽ മാത്രമാണ് കിട്ടാത്തത്. അപ്പോൾ അത് പിന്നെ ഞാൻ ഈ വെളിച്ചത്തിൽ ഇങ്ങനെ കാണും. പിന്നെ കറണ്ട് എല്ലായിടത്തും ഇല്ലാത്ത പ്രശ്നം ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമൊന്നും ഇല്ല കേട്ടോ. എല്ലാ പ്രാവശ്യവും പോരുന്ന അത്ര വെളിച്ചമൊന്നുമില്ല. അപ്പോൾ മൊത്തമായിട്ട് പോയതാ തോന്നുന്നുണ്ട് കറണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടറും പറഞ്ഞിട്ടോ ഇവിടെ ഇങ്ങനെ വന്നു പോയി കളിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കയറുമ്പോഴാണ് കറണ്ട് വന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ പോരുന്ന വൈക്കുന്നത് ആ ഷവർമ്മ വാങ്ങാൻ വേണ്ടിയിട്ടൊരു കടയിൽ നിർത്തിയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പോരുന്ന വൈക്കൽ പിന്നെ ഈ ഒരു കട തന്നെ ഉള്ളൂ തോന്നുന്നുണ്ട്. പന്നിക്കോട് എത്തുന്നതിൻ്റെ മുമ്പായിട്ടുള്ളൊരു കടയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കയറിയിട്ട് കുഞ്ഞാവതാകം വാങ്ങാൻ പോയിന്. അപ്പോൾ ഇസമോളും ബാക്കിൽ പോയിക്കണം കേട്ടോ. ഈ പോയ ഇടയിൽ ഓളൊരു കോൽമുട്ടായി എടുത്ത് കൈ പിടിച്ചിരിക്കണം. ഈ കയ്യിൽ പിടിച്ച സാധനം ഉണ്ടല്ലോ, ഞാൻ കോൽമുട്ടായി ഒന്നും ഇതിൽ പോകുമ്പോൾ വാങ്ങിക്കൊടുക്കലില്ല കേട്ടോ. പക്ഷേ കുഞ്ഞാവ ഇതിൽ പോകുമ്പോൾ ഈ കോൽമുട്ടായി വാങ്ങിക്കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ വണ്ടീൻ്റെ ഉള്ളിലൊക്കെ ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ കാണില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമ്മളെ ഷവർമ്മ അതാ കയ്യിലെത്തിക്കണം കേട്ടോ. അത് ഇതാ ഫാത്തിമാൻ്റെ കൈ കൊടുത്തിക്കണം. എന്ത് സാധനം വാങ്ങിയാലും ഓനാണല്ലോ പിടിച്ചല് പൊതുവേ. അപ്പോൾ ഞാനിത് ലൈറ്റ് ഇട്ട് ഫ്ലാഷൊക്കെ ഇട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ് ഗേസ്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഇരുട്ടാണ് ഗേസ്. പിന്നെ ഇവിടെ നിന്നാണ്ട് പിന്നെ റോഡ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ഈ പന്നിക്കോട് വൈക്ക് പോരുകയാണെങ്കിൽ വലിയ വെളിച്ചൊന്നും ആദ്യം ഉണ്ടാവില്ല.
പക്ഷേ നമ്മൾ മറ്റേ മെയിൻ റോഡിൽ കൂടെ പോരുമ്പോൾ തീരെ വെളിച്ചല്ല. അപ്പോഴാണ് കറണ്ടില്ല അങ്ങനെ തോന്നിയത്. ഇവിടെ ഒരു പൊതുവേ ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്കുന്നൊരു കടയിൽ പമ്പൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടോ. ഇസമോക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒരു ലൂസ് മോഷനുള്ള പോലെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ പിന്നെ പമ്പൈസ് ഇട്ട് കൊടുക്കണം രാത്രി. പൊതുവേ ഞാൻ ഇട്ട് കൊടുക്കലുണ്ട്. ആ ഇട്ട് കൊടുത്ത പമ്പൈസ് അങ്ങനെ ഊരി വെച്ച് കുറേ ദിവസം ഉപയോഗിക്കലാണ് കേട്ടോ. പൊതുവേ അങ്ങനെ മൂത്രമൊക്കെ ഇല്ലാറില്ലേ, ഉണന്നിട്ടൊക്കെയാണ് മൂത്രമൊഴിക്കൽ. അപ്പോൾ അത് ഉണ്ടായതുകൊണ്ട് അവിടുന്ന് പമ്പൈസ് വാങ്ങിയിട്ടാണ് പിന്നെ തിരിച്ചു പോരുന്നത്. തിരിച്ചു പോരുന്ന വയ്ക്കലാണെങ്കിൽ റോട്ടുമേലൊക്കെ ഇഷ്ടം പോലെ വെള്ളം കേട്ടോ. എല്ലായിടത്തും വെള്ളം, മഴ പെയ്തിട്ട് ഇങ്ങോട്ട് വെള്ളം നിറഞ്ഞിരിക്കണം. ഭൂമിക്കൊന്നും വെള്ളം മാണ്ടാന്ന് തോന്നുന്നത്. അങ്ങനെ അതാ നമ്മൾ പെരയിൽ എത്തിക്കണം കേട്ടോ. അപ്പോൾ അനൂസ് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഒരു കോൽമുട്ടായി തിന്നാണ്ട് മേല് മുഴുവൻ വെച്ച് തേച്ചിക്കണം. ഇവൻ ഇന്നെത്തും വാങ്ങൂലെന്ന് പറഞ്ഞാണ്ട് ഇവിടെ തൊള്ളയും കാട്ടി ഇവിടെ നിന്നേ. അപ്പം ഒന്ന് വാങ്ങിയില്ലേ. അപ്പം ഞങ്ങൾ പോയി വന്നു ഗേസ്. പിന്നെ അത് നമ്മളിവിടെ എത്തിയേക്കണേ നമ്മളെന്താ കൊണ്ടുവന്നേ നോക്കണേ. ഷവർമ്മ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, കവർ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ സാധാരണ ഷവർമ്മ നമുക്ക് കുബൂസൊക്കെ കൂട്ടി സെറ്റാക്കിയിട്ടല്ലേ തരില്ല. ഇവിടുന്ന് ഷവർമ്മ ഇങ്ങനെ മിക്സ് ആക്കാതെ ഇട്ട് തന്നത്. ഇത് നമ്മൾ മിക്സ് ആക്കണം. അപ്പോൾ കുഞ്ഞാ പറഞ്ഞു ചെയ്ത് ഷവർമ്മയൊക്കെ ചെറുതാന്ന് തോന്നുന്നുണ്ട്, നമ്മൾ അരികൂടുന്ന് വാങ്ങണ അത്ര ഇല്ല തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് മിക്സ് ആക്കാതെ എങ്ങനെയാണ് അതിങ്ങനെ ഓരോ പാക്കറ്റാക്കി തന്നിക്കുകയാണെങ്കിൽ നമ്മളതൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ. കുബൂസും അതിനനുസരിച്ച് തന്നിക്കണം. നമ്മൾ 4 വാങ്ങിയത്, 4 ഓരോന്നിച്ചേ. അപ്പം ഇനി ഇത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഒക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഇത് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാൽ പിന്നെ അപ്പം തിന്നണം. പിന്നെ ആരും കാത്തിക്കണ സ്വഭാവമൊന്നും നിൽക്കില്ല. അപ്പോൾ കുഞ്ഞാവ ഏതായാലും അങ്ങാടിക്ക് പോയിന് ക്യാനൊക്കെ കയറ്റി വരാനുണ്ട്. അപ്പോൾ അത് കയറ്റി വരണം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഏതായാലും ഇവിടെ ഉള്ളവർ ഏതായാലും ഇത് നിൽക്കുകയാണ് കേട്ടോ. കാരണം ഇത് ചൂടോട് കൂടിയാണ് തിന്നാൻ വിചാരിച്ചു. കുഞ്ഞാവ് ചിലപ്പോൾ വരാൻ ചിലപ്പോൾ നേരം വൈകിയാൽ പിന്നെ ഇത് പറ്റ തണുത്ത് പോകുമല്ലോ. കുഞ്ഞാവ് വരുമ്പോൾ തിന്നോട്ട് വിചാരിച്ചിട്ട് ഞങ്ങൾ തിന്നത്. പിന്നെ കുഞ്ഞാവ് പറഞ്ഞു ചോദിച്ചിട്ട് നിങ്ങൾ തിന്നുകൊണ്ടിന്ന്. പിന്നെ ഞാനാ കാത്തിക്കല്. പിന്നെ ഞാനും കാത്തുന്നില്ല. ഈ നിസമോളിട്ട് ഇങ്ങനെ ഇടങ്ങാറാക്കുക ഓക്കും വേണം പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഓൾ തിന്നിട്ടൊന്നുമില്ല. എന്നാലും ഓൾ ഇടങ്ങാറാക്കിയപ്പോൾ പിന്നെ ഞാനും കൂടി ഇരുന്നിട്ടോ. ആ ഫാത്തിമ ഇതിൻ്റെ പകുതി എടുത്താൽ മതി എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു പകുതി എടുത്തിട്ട് കാര്യമില്ല, അത് ഫുള്ളിൻ്റെതാണ്, പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ളതൊന്നും കിട്ടില്ല. അപ്പോൾ എന്നാൽ പിന്നെ ഇട്ടാളിയാണ് കേട്ടോ. അവന് വലിയ ഇഷ്ടമൊന്നുമില്ല. മറ്റവൻ്റെ വാക്കിനും വേണ്ടി വാങ്ങിയതാണ് കേട്ടത്. അവന് പിന്നെ അങ്ങനത്തെ ഒന്നും വല്ലാതെ പോലും, മന്തിയൊക്കെ തിന്നുന്നല്ലാതെ അങ്ങനത്തെ ഒന്നും വല്ലാതെ പോലും ഇട്ടത്. അനൂസ് തന്നെ തെറ്റാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നെ ഞാൻ ശരിയാക്കി കൊടുത്തു. പിന്നെ ഞാൻ എൻ്റെതും അത് ശരിയാക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ അത് ഞങ്ങൾ ശരിയാക്കിയിട്ട് ഞങ്ങൾ തിന്നുകയാണ്. പിന്നെ ചോറൊക്കെ ഉണ്ടായി ഉച്ചയ്ക്ക് വെച്ചതൊക്കെ ചിലപ്പോൾ വാങ്ങും ചിലപ്പോൾ വാങ്ങൂല, അങ്ങനെയാണ്. എന്നാലും അധികം വാങ്ങാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെയാണ് ഓൾക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അനൂസിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്. എന്നെ കടിച്ചാത്തൊക്കെ ഞാൻ തിന്നു കേട്ടോ. പക്ഷെ ഫാത്തിമോനും കുഞ്ഞാവക്കും അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അവൾക്ക് അങ്ങനത്തെ ഒന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫാത്തിമോനെ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ സെറ്റാക്കിയിട്ട് പ്ലേറ്റ് ആക്കിയിട്ടല്ലേ നമുക്ക് സാധാരണ കിട്ടല്. ഞാനിപ്പോൾ തിന്നോടത്തോളൊക്കെ അങ്ങനെ തിന്നത് കേട്ടോ. ഷവർമ്മയൊക്കെ പിന്നെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ തിന്നുന്നുണ്ട്. ഷവർമ്മ എന്ന് പറഞ്ഞാൽ പള്ളവീപ്പ് മാറൂല അറിയട്ടോ. കുഞ്ഞാവക്ക് വലിയ ഇഷ്ടമില്ല അങ്ങനത്തെ പരിപാടിയൊന്നും. പിന്നെ കുഞ്ഞാവ് തിന്നുന്ന കാര്യമാണ് മന്തി, പിന്നെ ബീഫ് ബിരിയാണി, അങ്ങനത്തെ ഒക്കെയാണ് കുഞ്ഞാവക്ക് വല്ലാതെ പോവുള്ളൂ. പിന്നെ കുഞ്ഞാവക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുഞ്ഞാവ് വാങ്ങുമല്ലോ കേട്ടോ. എനിക്കും അനൂസിനും ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബർഗർ, മോമോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ, നമ്മളെ ഫാസ്റ്റ് ഫുഡ് തന്നെയാണ് അതൊക്കെ. അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. പക്ഷേ എല്ലാവർക്കും ഇപ്പം അങ്ങനെ ഇഷ്ടമായിക്കൊള്ളണം എന്നില്ലല്ലോ. അങ്ങനെ അത് ഫാത്തിമോനെ ഞാൻ സെറ്റാക്കി വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ അത് അനൂസ് ഇപ്പുറത്ത് നിന്ന് സെറ്റാക്കിയാണ്. ഞാനും എൻ്റെതും കൂടി സെറ്റാക്കട്ടെ. പിന്നെ അതൊക്കെ പാടെ വീഡിയോ എടുക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അതിൽ പോയപ്പോൾ ഇത് വാങ്ങി അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ ഷവർമ്മ കഴിക്കാൻ പോവാണ് കേട്ടോ. സംഭവം ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഒരു എരികുറവോ എന്തൊക്കെയോ ഒരു കുറവിൻ്റെ മാതിരി ഉണ്ട് കേട്ടോ. നമ്മൾ നല്ല ടേസ്റ്റുള്ളതൊക്കെ തിന്നിട്ടാണോ എന്നറിയില്ല. പക്ഷേ ആ ഒരു കടയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. കുറേ ആൾക്കാർ വന്നിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞ അവിടെ അടുത്തൊന്നും അങ്ങനത്തെ ഒരു കടയില്ല, ആ ഒരു കട മാത്രമേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു കേട്ടോ. പിന്നെ ഇസമോൾ ഇതാ ടൊമാറ്റോ സോസ് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ടൊമാറ്റോ സോസ് കൊണ്ട് കിട്ടിയാൽ മതി. ആ കുപ്പായം ഞാൻ കഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഏതായാലും മേലെ കഴിക്കണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.